മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായ്ക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ വായ്ക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തിമേഘങ്ങൾ പോലെ പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായ്ക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തിമേഘങ്ങൾ പോലെ. വയമ്പ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ മറ്റൊരു പരിപാടികളും സംഘടിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ 3 മാസമായി കുമാരനാശാനെ തലച്ചോറിൽ തിരുകിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക യാത്രയാണ് വയമ്പ് സംഘടിപ്പിച്ചത്. അതിൽ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം, ഇപ്പോൾ വർക്കല എസ്.എൻ. കോളേജ്, കൊല്ലം എസ്.എൻ. കോളേജ്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, ഈ പ്രദേശങ്ങളിലുള്ള നിരവധി വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പുതിയ തലമുറയ്ക്ക് ഒരു കവി എന്നതിനപ്പുറം കേരള നവോത്ഥാനത്തിൻ്റെ അമരം പിടിച്ച കുമാരനാശാനെ വളരെ വ്യക്തമായി പരിചയപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന ഒരു വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങളുള്ളത്. ആശാൻ്റെ ജന്മസ്ഥലമായ കായിക്കരയിൽ നിന്നും ഇങ്ങനൊരു യാത്ര വയമ്പ് തുടങ്ങുവാൻ തയ്യാറായപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ സന്തോഷിക്കുകയാണ്. ആശാൻ്റെ 3 സ്ഥാപനങ്ങളാണുള്ളത്. കുമാരനാശാന് മാത്രമേ കാണൂ കേരളത്തിൽ ഇന്ത്യയിലാകമാനം 3 സ്മാരകങ്ങളുള്ള ഒരു എഴുത്തുകാരൻ. ആശാൻ്റെ ജന്മസ്ഥലമായ കായിക്കരയും കർമ്മഭൂമിയായ തോന്നിക്കലും അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനെയും, അങ്ങനെ 3 ആശാൻ സ്മാരകങ്ങളും വർത്തമാനകാല ആശാനുമായി ബന്ധപ്പെട്ട ഒന്നും അവഗണിക്കാനോ അതൊരു ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കാനോ കേരളത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ കൃതിയുടെയും പ്രസിദ്ധീകരണത്തിൻ്റെ 100 വർഷം ഇപ്പോഴും സംവാദങ്ങളുടെയും ആഘോഷങ്ങളുടെയും സന്ദർഭമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അഗാധമായിട്ടുള്ള ജീവിതത്തെ ഇത്ര സാന്ദ്രതയോടുകൂടി സമീപിച്ച് അനുഭവങ്ങളെ ഇത്രമാത്രം ദാർശനികവും വൈകാരികവുമായ തലങ്ങളിൽ അനുഭവിച്ചു തീർത്ത ഒരു കവി. കുട്ടിയുണ്ടായാൽ ഉടനെ പിറന്നാളിന് മംഗളം, നൂലുകെട്ടിന് മംഗളം, ഒക്കെ കല്യാണത്തിന് മംഗളം, ഒക്കെ മംഗളശ്ലോകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മലയാള കവിതയുടെ മുറ്റത്താണ് ആശാൻ ഇതല്ല കവിതയുടെ ധർമ്മമെന്നും ഇത് അപാരമായിട്ടുള്ള സാമൂഹികവും ദാർശനികവും വൈകാരികവുമായ സംഘർഷങ്ങളെ അങ്ങനെ അതാണ് കവിതയുടെ ധർമ്മമെന്ന് നമ്മളോട് പറഞ്ഞ കവിയാണ്. ഒരുപക്ഷെ കവികൾക്ക് കവിയായ കുലഗുരുവാണ് ആശാൻ. കാരണം എന്താണ് കവിത? ആശാനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൽ കവിതയെക്കുറിച്ചുള്ള ഒരു പുതിയ ആർജവമുള്ള നിർവചനം തന്നത് ആശാനാണ്. ഇത് ലാഘവ ബുദ്ധിയോടുകൂടി ഓരോ സന്ദർഭത്തിൽ ഇങ്ങനെ എഴുതാനുള്ളതല്ല, ഉദാത്തമായിട്ടുള്ളതാണ് എന്നും ഉദാസീനമായി ഒരു വരി പോലും എഴുതാൻ പാടില്ല എന്നും നമുക്ക് കവികളായ കവികൾക്ക് മുഴുവൻ പറഞ്ഞു വച്ചുപോയ കവിയാണ് ആശാൻ. അതാണ് കവികളുടെ കവിയാണ് ആശാൻ എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ ആയിരുന്നില്ല പൂരണവും വർണ്ണനകളും ഒക്കെ ആയിട്ട് എന്താണ് ശൃംഗാരമൊന്നും അധികമില്ലായിരുന്നെങ്കിൽ പോലും മണിപ്രവാളത്തിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവർ മലയാള കവിതയിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആശാൻ ഈ വീണപൂവുമായിട്ട് രംഗപ്രവേശനം. ആശാനിൽ തന്നെ വലിയൊരു പരിവർത്തനം നടന്നിട്ടുണ്ട്. ആശാന് വീണപൂ എഴുതുന്നതിന് മുമ്പ്, ഈ വലിയ വലിയ കവിതകൾ എഴുതുന്നതിന് മുമ്പ് സ്തോത്രകൃതികൾ എഴുതിയിരുന്ന ഒരു ആശാനുണ്ട്. ആശാൻ അതിനെയൊന്നും നിരാകരിക്കുന്നില്ല. പക്ഷേ കവി എന്നുള്ള നിലയ്ക്ക് സ്തോത്രകാരനിൽ നിന്ന് കവിയായിട്ടുള്ള ആശാൻ്റെ എല്ലാം കൂടി സമന്വയിക്കപ്പെട്ട സാഗര സമാനമായ ഒരു മനസ്സ്. കടലിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. സാഗര സമാനമായ ഒരു മനസ്സ്. അവിടെ തിരയൊഴിഞ്ഞൊരു നേരമില്ല. എന്നാൽ തിര പുറമേ കാണാമോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ആശാൻ്റെ കവിതയിൽ അങ്ങനെ തിര പുറമേ കാണുകയില്ല. പക്ഷേ അടിയൊഴുക്കുകളാണ്. ആശാൻ, ഞാനിന്ന് എൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആശാൻ വിവാഹം കഴിച്ചപ്പോൾ വലിയ ആത്മസംഘർഷം അനുഭവിച്ച കവിതയാണ് എഴുതുമ്പോഴും അതിനകത്ത് ഒരു ലോകാനുഗ്രഹ പരത ഉണ്ടാവണമെന്ന് പറയുന്ന ഉദാത്തമായിട്ടുള്ള സാമൂഹ്യ ബോധം. ഇങ്ങനൊരു കവി കാലം നമുക്ക് കനിഞ്ഞു തന്നതാണ്. ഈ വ്യത്യസ്തമായ ധാരകളെ മുഴുവൻ തൻ്റെ ഈ വിശാലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മനസ്സിൽ ഇഴുക്കി ചേർത്ത് ആ ഒരു കാവ്യ വ്യുൽപ്പത്തിയിൽ നിന്ന് നമുക്ക് കിട്ടിയ കാവ്യങ്ങൾ മലയാളത്തിൻ്റെ സുഹൃതങ്ങളാണ്. ആ കവിയുടെ ചരമദിനമാണെന്ന്.
തിരുവനന്തപുരം തൊട്ട് അല്ലെങ്കിൽ കായിക്കര തൊട്ട് പല്ലന വരെയുള്ള ദൂരമല്ല. നമ്മളിപ്പോൾ അത്രയും നമുക്ക് നടക്കാൻ സാധിക്കുന്നുള്ളെങ്കിൽ പോലും ആശാൻ്റെ മനസ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ മാനസിക സഞ്ചാരം, വിചാര സഞ്ചാരം എന്നുള്ളത് വളരെ വളരെ വിസ്തൃതമാണ്. അത് ഇന്ത്യ ഭൂഖണ്ഡത്തോളം വളരെ വലുതാണ്. ബംഗാളിലെ ആശാൻ്റെ ജീവിതം, മദ്രാസിലെ ജീവിതം, ബംഗാളിൽ ടാഗോറൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ്. വിവേകാനന്ദൻ മരിച്ച് സമാധിയായി കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ബംഗാളിൻ്റെ ഒരു ഫെർമെൻ്റ് ഉണ്ടല്ലോ, ഒരു നവോത്ഥാനത്തിൻ്റെ ആ ഒരു ഊഷ്മാവ്, അത് മുഴുവൻ നെഞ്ചിലേറ്റി അതെങ്ങനെ എൻ്റെ ജനതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിച്ച്, അതുപോലെ വിവേകാനന്ദൻ്റെ സ്വാധീനം ആശാൻ കല്യാണം കഴിച്ചു. പക്ഷേ ആശാൻ അനുഭവിച്ച ഒരുപാട് അവഹേളനങ്ങളുണ്ട്, ഒരുപാട് അപഖ്യാതികളുണ്ട്, ഒരുപാട് കിംവദന്തികളുണ്ട്. അതിനെപ്പറ്റി ഒന്നും വാക്ക് പോലും ആശാനെങ്ങും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, ഡയറിയിലും എഴുതിയിട്ടില്ല. അതെല്ലാം നിശബ്ദമായി അനുഭവിച്ചുകൊണ്ട് തനിക്ക് ബോധ്യമായ ജയമർ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നൂറ്റാണ്ട് ഒരു അതിശയനായ മഹാകവി മലയാളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയ ശൂന്യതയെ ഓർമ്മകൾ കൊണ്ടെങ്കിലും നിറയ്ക്കുക എന്ന ചെറുതും മഹത്തരവുമായ ഒരു ദൗത്യത്തെ മുൻനിർത്തിയാണ് ആശാൻ സ്മൃതി യാത്ര നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നതാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. എഴുത്തുകാരനും ദാർശനികനുമായ എംഗർസോൾ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം എന്ന വാക്കിനൊരു വലിയ പരിധിയില്ലാത്ത അർത്ഥതലങ്ങളുണ്ട്. സ്വാതന്ത്ര്യം, അദ്ദേഹം എംഗർസോൾ പറഞ്ഞത്, സ്വാതന്ത്ര്യം എന്ന വാക്കില്ലാത്തൊരു ഭാഷയെ നിങ്ങൾക്ക് ലോകത്ത് കാണാനാവില്ല, കാരണം അങ്ങനൊരു ഭാഷ നിലനിൽക്കില്ല എന്നാണ്. സ്വാതന്ത്ര്യം എന്ന പദമില്ലെങ്കിൽ ഒരു ഭാഷയിൽ മറ്റെല്ലാ പദങ്ങളും അസംഗതമാവുകയും അർത്ഥമില്ലാത്തതാവുകയും ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് ആശാൻ പറഞ്ഞത്. ആശാൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് ഒരു വലിയ അസുലഭമായ സന്ദർഭവും ചില സാന്ദർഭികതകൾ കൊണ്ട് ഇത് അർത്ഥവത്തുമാണ്. ഒന്നാമത്തെ കാര്യം, കേരളകൗമുദി പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ജയമർ സാറിൻ്റെ അതിഗംഭീരവും ദീർഘവുമായ ലേഖനം ഇന്ന് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ചന്ദ്രിക ദിനപത്രത്തിൽ ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ഫിർദൌസ് കായൽപ്പുറത്തിൻ്റെ അരപ്പുറം വരുന്ന ആശാനെക്കുറിച്ചുള്ള മറ്റൊരു ലേഖനവും പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ഇന്നത്തെ ജാഥ ക്യാപ്റ്റൻ ശ്രീമതി പാർവതി ദേവിയാണ്. ഒപ്പം ഒരുപക്ഷെ ജയമർ സാർ അദ്ദേഹത്തിൻ്റെ ഇവിടെ നടത്തിയ പ്രഭാഷണത്തിൽ ഉടനീളം ആശാൻ എന്ന ഏകാഗിയായ മനുഷ്യൻ്റെ കാവ്യ ജീവിതത്തെ സവിസ്തരം മധുര വർണ്ണനകളോടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഈ ആശാന് മറ്റൊരു സാമൂഹ്യ ജീവിതം ഉണ്ടായിരുന്നു. ജാതി കൊണ്ടും ജാതി വെറി കൊണ്ടും ജാതി വിവേചനം കൊണ്ടും മനുഷ്യത്വത്തെ മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും ഇന്ത്യയുടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും എപ്പോഴും തിരസ്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധിയായി ആശാൻ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതം നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്ന് നാം ഓർക്കണം. ആശാൻ മറ്റൊരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റൊരു മുഖമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് എൻ്റെ കുറ്റമാണോ എന്ന് 100 കൊല്ലം മുമ്പ് ആശാൻ ചോദിച്ച അതേ ചോദ്യം നേരം വെളുക്കാത്ത പലരും 2024 നമ്മളോട് ചോദിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് പറഞ്ഞത് ആശാൻ ഉണ്ടാക്കിയ വിടവ് അതുപോലെ ഇവിടെ നിലനിൽക്കുന്നു എന്നത്. അതുകൊണ്ട് തന്നെ ആ വിടവിൻ്റെ ബൗദ്ധികവും സ്മരണയും കൊണ്ടുള്ള, മിലൻ കുന്ദേരയാണ് പറഞ്ഞത് സ്മരണ ഓർക്കുക എന്നതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന്. അത്തരമൊരു രാഷ്ട്രീയ പ്രവർത്തനത്തെ കൂടിയാണ് വയമ്പ് സാംസ്കാരിക സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ നൽകിയിരിക്കുന്ന എല്ലാ പിന്തുണയ്ക്കും എല്ലാ വിധത്തിലുള്ള ആളിലും അർത്ഥവുമായുമുള്ള സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. മഹാകവിയുടെ സ്മരണയെ നിർത്തിക്കൊണ്ട് നമ്മളെ സ്മൃതി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പുനരെങ്ങു കിടപ്പിതോർമായി നീ ഈ ലോകതത്വവുമയേ തെളിവാർന്നതാര ജാലത്വ ഈ വണ്ണമൻപൊടു വളർന്നത്
നിന്റെ അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ. അപ്പം എന്താണ് ബസ് യാത്ര എന്ന് ചോദിച്ചപ്പോഴാണ് ആശാൻ സ്മാരകത്തിൽ നിന്ന് പല്ലരയിലേക്ക് ഉള്ള ഒരു യാത്രയാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ആശാൻ സ്മാരകത്തിൽ എത്താം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാവിലെ ഇറങ്ങി പുറപ്പെട്ടത്. വള്ളത്തോൾ സാംസ്കാരിക വേദിയിൽ സംഘടിപ്പിച്ച കേരളത്തിലെ പൂച്ചെണ്ട് നൽകി ഇവിടേക്ക് സ്വാഗതം ചെയ്യും. മറ്റ് അംഗങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാന്യരെ, ജവഹർ പബ്ലിക് സ്കൂൾ വളരെ പ്രൗഢവും മനോഹരവുമായ ഒരു സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ അത്തരത്തിൽ ഒരു മുൻകൈ എടുത്തതിന് പ്രിൻസിപ്പലിനും മറ്റ് എല്ലാ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്കും ഞങ്ങൾക്ക് പൂക്കൾ തന്ന് സ്വീകരിച്ച കുഞ്ഞുങ്ങൾക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. കുമാരനാശാൻ എന്ന പേര് മലയാള സാഹിത്യത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിലും സാമൂഹ്യ ചരിത്രത്തിലും നവോത്ഥാന ചരിത്രത്തിലുമൊക്കെ ഏറ്റവും തിളങ്ങുന്ന ഒരധ്യായമാണ്. ദാർശനികനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്, നവോത്ഥാന നായകനാണ്, കവിയാണ്, വ്യവസായിയാണ്, സംഘാടകനാണ്, പത്രാധിപരാണ്. ഇങ്ങനെ കുമാരനാശാനെ വിശേഷിപ്പിക്കുവാൻ നമുക്ക് വാക്കുകളില്ല. അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തും ചിന്തകളും ദർശനവും. 100 വർഷം മുമ്പ്, കാലത്തിന് എത്രയോ മുൻപാണ് കുമാരനാശാൻ നടന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഏറ്റവും ക്രൂരമായ അടിച്ചമർത്തലുകൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ, കേരളത്തെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്നാണ് വിളിച്ചത്. ആ ഭ്രാന്താലയത്തിൽ നിന്നും ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളം മാറിയെങ്കിൽ അതിന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു കുമാരനാശാൻ. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അദ്ദേഹം ആകെ 51 വർഷം മാത്രമാണ് ജീവിച്ചിരുന്നത്. ഏതാണ്ട് 16 വയസ്സിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ അദ്ദേഹം 51 വയസ്സിനിടയിൽ ഒരു മനുഷ്യ ആയുസ്സിൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ എത്രയോ കൂടുതലാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര മഹത്തായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 100ാം ചരമവാർഷിക ദിനം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നവോത്ഥാനത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും കൊടിക്കൂറ കൂടുതൽ ഉയരത്തിലേക്ക് പാറിപ്പറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്കാണ്, നമ്മുടെ പുതിയ തലമുറയ്ക്കാണ്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുവാൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ചിലരെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്ത് ജാതിയും മതവുമല്ല എന്നും മറ്റു തരത്തിലുള്ള വ്യത്യാസങ്ങളല്ല പ്രധാനമെന്നും മനുഷ്യനാണ് പ്രധാനം, മനുഷ്യൻ്റെ അന്തസ്സാണ്, മനുഷ്യൻ്റെ മാന്യതയാണ് പ്രധാനമെന്നും ഉയരത്തിൽ കൊട്ടിഘോഷിച്ച
ഒരു മഹത് വ്യക്തിയായിരുന്നു കുമാരനാശാൻ. കുമാരനാശാന്റെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പരിപാടിയാണ് സ്മൃതിയാത്രം. 2023 നവംബർ മാസത്തിൽ വയമ്പ സാംസ്കാരിക സമിതി ആദ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ആദരണീയനായ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, തുടർന്ന് എം സ്വരാജ്, കാർത്തികേയൻ നായർ തുടങ്ങിയിട്ടുള്ള സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടി നമ്മൾ ആവിഷ്കരിച്ചു. കുമാരനാശാൻ്റെ പേരിൽ നമ്മുടെ നിയമസഭാ സ്പീക്കർ വന്ന് പാരിപ്പിൽ നടത്തുന്ന ഒരു പരിപാടിയുടെ കത്ത് എനിക്കെങ്ങനെയോ ലഭിച്ചു. ബാങ്കിൽ നേരിട്ടോ തപാലിലാണോ എന്നറിയുന്നില്ല. ഞങ്ങളുടെ ഭരണസമിതി യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്തു, ചോദിക്കുകയും ആലോചിക്കുകയും ചെയ്ത ആ സുഹൃത്തിൻ്റെ TG പ്രതാപൻ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രതിനിധി വരുമെന്ന് അറിയിച്ചിരുന്നു. പരവൂർ സർവീസ് സഹകരണ ബാങ്കിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയ ഗീത IS, ശിവരഞ്ജിനി നൃത്തവിദ്യാലയത്തിന് വേണ്ടി ഐശ്വര്യ റാണി, ശാസ്ത്രവേദി പരവൂർ യൂണിറ്റ്, യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചില മാറിപ്പോയാൽ ഗുരുതരമായ തെറ്റല്ലേ. നമ്മുടെയൊക്കെ ആരാധനാപാത്രമായ കുമാരൻ വയമ്പ് സാംസ്കാരിക വേദി ഇത്തരത്തിൽ കുമാരനാശാനെ സ്മരിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക യാത്ര നടത്തുമ്പോൾ അതിൻ്റെ നേതൃനിരയിലേക്ക് എൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള ഒരു മഹത്തായ പദവി എനിക്ക് അനുവദിക്കുകയും അത് ഇത്തരത്തിൽ ഗംഭീരമായ പരിപാടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചരിത്ര ദൗത്യം നിർവഹിക്കുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇവിടെ ചെറിയ പെൺകുട്ടികൾ, കവിത എഴുതിയ പെൺകുട്ടികളുണ്ട് എന്ന് അറിയുന്നത് വളരെ വളരെ സന്തോഷം തരുന്നു. അവരുടെ കവിതകൾ ഒരു പുസ്തകമായി എന്നാണ് ഇവിടെ എനിക്കറിയാൻ കഴിഞ്ഞത്. 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ 2024 അദ്ദേഹത്തിന് എന്താണ് പ്രസക്തി എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ കുമാരനാശാൻ എന്ന് പറയുമ്പോൾ ദാർശനികനും കവിയും സംഘാടകനും ഒക്കെയായ അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക എന്നത് വളരെ സമകാലികമായ ഒരാവശ്യമായി തീർന്നിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ അകറ്റി നിർത്തിയിരുന്ന 100 വർഷം മുമ്പ് കവിതയെ ഒരു ആയുധമാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. വീണപ്പൂവ് 1907 അദ്ദേഹം എഴുതിയപ്പോൾ ഒരു പുതിയ വസന്തം മലയാള സാഹിത്യത്തിൽ രൂപം കൊള്ളുകയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ശ്ലോകങ്ങളും സ്തുതിഗീതങ്ങളും ശൃംഗാര കാവ്യങ്ങൾക്കുമൊക്കെ പകരം ഈ സമൂഹത്തിൽ മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനുഷ്യനെ തൊട്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ കവിതയ്ക്ക് ആധാരമാക്കുക എന്ന് പറയുന്നത് അന്നൊരു അത്ഭുതമായിരുന്നു. 51 വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. ഇന്ന് ഞങ്ങളുടെ ജാഥ തുടങ്ങിയത് അദ്ദേഹം ജനിച്ചു വളർന്ന, അദ്ദേഹം ഓടി നടന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങി അദ്ദേഹം റെഡീമർ ബോട്ടിൽ 51-ാമത്തെ വയസ്സിൽ ബോട്ട് അപകടത്തിൽ മരണമടയുന്ന പല്ലന വരെയാണ് ഞങ്ങളുടെ യാത്ര. ശ്രീ നെടുങ്ങോലം രഘു താമസിച്ചു. സ്വീകരണം ഏറ്റവും അതിഗംഭീരമായ നമ്മുടെ ജാഥയുടെ സ്വീകരണവും അതിനേക്കാൾ ഉപരി ആശാൻ്റെ സ്മരണയെ അർത്ഥവത്താക്കുന്ന പുതിയ തലമുറയുടെ 130 വർഷം മുമ്പാണ് ഒരു 15-കാരൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നീ മനുഷ്യനെക്കുറിച്ച് എഴുതൂ, മനുഷ്യൻ്റെ ദൈവത്തെ കാണൂ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ വചകം ഏറ്റെടുത്തിട്ട് മനുഷ്യനെ മലയാളിക്ക് ഒരു ആശാന ലഭിച്ചതെങ്കിൽ ഭാഗമായുള്ള ഒരു ഉപഹാരം ജാഥ ക്യാപ്റ്റൻ പാർവതി ദേവി തിരിച്ചു നൽകുന്നു. അടുത്തതായി ശ്രീ ഞങ്ങൾ പല്ലനയിലേക്ക് പോവാണ്. നിങ്ങളുടെ സ്വീകരണത്തിന് ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു.
പെൻസിൽ കൊണ്ട് എഴുതിയിരുന്ന കരുണയുണ്ടായിരുന്നു. ശ്രീബുദ്ധചരിതം 5 ഭാഗം അതുമുണ്ടായിരുന്നു. കരുണ ആശാൻ സഹയാത്രികരെ പാടിക്കേൾപ്പിച്ചു. 100 ആണ്ടിൻ്റെ ശൂന്യത. ഒരു മഹാമനുഷ്യൻ നമ്മുടെ സമൂഹ ജീവിതത്തിൽ, മലയാളിയുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിരുന്ന ആ ശൂന്യത എങ്ങനെ നികത്താം എന്ന സർഗാത്മക ചിന്തയുടെ ഒരു മൗലികമായ രൂപം മാത്രമാണ് ഈ സ്മൃതി യാത്ര. മിലൻ കുന്ദേരയുടെ വാക്കുകൾ പോലെ ഓർമ്മകൾ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ ആശാനെ ഓർക്കുന്നത് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയെ, മുൻപുണ്ടായിരുന്ന 100 കൊല്ലം മുൻപുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോകാത്ത ഈ പിന്തിരിപ്പൻ പ്രശ്നങ്ങളെയൊക്കെ തുടച്ചു മാറ്റി ഒരു പുതിയ കാലത്തെ സ്വാഗതം ചെയ്യുകയും ആവേശപൂർവ്വം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം തന്നെ. എഴുതിയിരിക്കുന്നത് കേരളത്തെ മാറ്റി എഴുതിയ മരണമില്ലാത്ത മഹാകവിയുടെ ഓർമ്മകളുമായി കാലം ആവശ്യപ്പെടുന്ന സാംസ്കാരിക യാത്ര. എത്ര അർത്ഥവത്തായ വരികൾ ഇതിൽ എഴുതിയിരിക്കുകയാണ്. ഈ ഒരു ജാഥ അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറെ ആദരണീയായ ശ്രീ പാർവതി ദേവി, ഇതിൻ്റെ സംഘാടകർ, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി. എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഇടമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കലാലയമാണ് കൊല്ലം എസ് എൻ കോളേജ്. അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ആശാന് പല ജീവിതങ്ങളുണ്ട്. കവി എന്ന നിലയിലുള്ള ജീവിതം, സാമൂഹ്യ പരിഷ്കർത്താവ്, സംഘാടകൻ എന്ന നിലയിലുള്ള ജീവിതം, ഒരു വ്യവസായി എന്നുള്ള നിലയിലുള്ള ജീവിതം കൂടി ആശാനുണ്ട്. ആശാൻ്റെ എല്ലാത്തരം ജീവിതത്തിലെയും പിന്നിലെ അതിൻ്റെ ഇന്ധനമെന്ന് പറയുന്നത് ഗുരുദേവൻ്റെ ദർശനമാണ്. നമ്മുടെ ചിട്ടപ്പെടുത്തിയ ഒരു സമയക്രമത്തിൻ്റെ പുറത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഈ ജാഥയുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ക്യാപ്റ്റൻ തന്നെ തുറന്ന് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നമസ്കാരം. ഇവിടെ എല്ലാവരും തന്നെ ആശാൻ്റെ മഹത്വത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, നിങ്ങളെല്ലാവരും തന്നെ മലയാളം വിദ്യാർത്ഥിനികൾ എന്നുള്ള നിലയ്ക്ക് സ്കൂൾ കാലം മുതൽ തന്നെ ആശാനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. ഇവിടെ വയമ്പ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന കാലം ആവശ്യപ്പെടുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ആശാനെ മടക്കി കൊണ്ടുവരിക എന്നത്. ആശാൻ്റെ ദർശനങ്ങളും ആശാൻ്റെ സന്ദേശങ്ങളുമൊക്കെ പുതിയ തലമുറ കൂടുതൽ ഉറക്കെ ചിന്തിക്കുകയും പറയുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇവിടെയെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമാണെന്നും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് ശേഷം മാത്രമേ സ്ത്രീക്ക് മറ്റൊരു കർത്തൃത്വമോ മറ്റൊരു വ്യക്തിത്വമോ ഉള്ളൂ എന്നും പറയുമ്പോൾ, ആ 100 വർഷം മുമ്പ് സ്ത്രീക്ക് വാതിലിൻ്റെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് ഇവരെല്ലാവരും വീട് വിട്ട് തങ്ങളുടെ പ്രണയം അന്വേഷിച്ചു പോയവരാണ്. മറ്റൊന്ന് ലൈംഗിക തൊഴിലാളിയായ വാസവദത്തയാണ്. അപ്പോൾ ആശാൻ്റെ പ്രണയത്തിൻ്റെ ഒരു സഞ്ചാരപഥമായാലും ഒരു ഭൂമികയായാലും ശ്മശാനമാണൊന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വനാന്തരങ്ങളാണ്. അങ്ങനെ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് നിലനിൽക്കുന്ന ധാരണകൾക്കും മുൻവിധികൾക്കും ഒക്കെ അപ്പുറത്ത്, അതിൻ്റെ അപ്പുറത്ത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കാലത്തിന് എത്രയോ മുൻപേ നടന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിൽ ഏറ്റവും എനിക്ക് നിങ്ങളോട് ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുട്ടികളായതുകൊണ്ട് പറയുകയാണ്, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നതാണ് ഞങ്ങളുടെ ഈ ജാഥയുടെ മുദ്രാവാക്യം. ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജാഥാ സംഘാംഗങ്ങളെ, പറഞ്ഞ് തീർത്ത വാക്കുകൾക്കപ്പുറത്തോട്ട് വിശാലമായ വാക്കുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. നമസ്കാരം. ഏറ്റവും ഊഷ്മളമായ സ്വീകരണത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.
വയമ്പ് സാംസ്കാരിക വേദി ഇന്ന് കായിക്കരയിൽ നിന്നും ആരംഭിച്ച് പല്ലനയിൽ അവസാനിക്കുമ്പോൾ ഞങ്ങൾ കടന്നുപോയ വിദ്യാലയങ്ങൾ പുതിയ തലമുറയുമായി സംവദിക്കുവാനുള്ള ഒരു അവസരമായി ഞങ്ങളത് കണക്കിലെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിൽ കുമാരനാശാൻ ആശാന്റെ ചരമദിനമായ ജനുവരി 16 ജന്മസ്ഥലമായ കായിക്കരയിൽ നിന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനയിലേക്ക് അദ്ദേഹം ജാതിക്കെതിരെ പോരാടി. അദ്ദേഹം തൻ്റെ തൂലികയാകുന്ന വാളുയർത്തി പറഞ്ഞു, മനുഷ്യൻ മനുഷ്യനെ അശുദ്ധനാക്കുന്നു, തീണ്ടാൻ പാടില്ല എന്നുള്ളതാക്കുന്നു. അപ്പോൾ എന്ത് നാടാണിത് എന്ന് ഉറക്കെ ചോദിച്ച ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ക്രാന്തദർശിയായ ഒരു കവിയായിരുന്നു നമ്മുടെ കുമാരനാശാൻ. ഒരു നൂറ്റാണ്ട് പിന്നിട്ട 2022 100 വർഷം പൂർത്തീകരിച്ച ചണ്ടാലഭിഷേക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇന്നലെ ചെയ്ത ഒരബദ്ധം ആർക്ക് മൂഢർക്ക് േയില്ല. ചണ്ടാലഭിഷുകിയെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ ഒരു പരാമർശം നടത്തിയതുകൊണ്ട് മാത്രം 1966 തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ മഹാപ്രതിഭകളായ പണ്ഡിതന്മാരും എഴുത്തുകാരും കവികളും നിരൂപകരും വിമർശകരും ഒക്കെ അടങ്ങിയ ആ പണ്ഡിത സദസ്സിലേക്ക് ഏറ്റവും ഒടുവിൽ സംസാരിക്കാൻ കയറിയ ഒരു ചെറിയ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ മാത്രം ഇവിടെ ആവർത്തിച്ച് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അത് ആദിച്ചൻ രാമൻ എന്ന ആശാൻ്റെ വീട്ടിൽ പണിയെടുത്തിരുന്ന അധസ്ഥിത വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആശാൻ 35-ാമത്തെ വയസ്സിൽ കവിത എഴുതുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് 12 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അക്ഷരം അറിയില്ല, അക്ഷരം എന്താണെന്നറിയില്ല എന്ന് മാത്രമല്ല, അക്ഷരം പഠിക്കുവാനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു നൂറ്റാണ്ടിൻ്റെ പ്രതിനിധി കൂടിയായിരുന്നു. നേരത്തെ രാമപുരം ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള അത്തരം അക്ഷരങ്ങൾ ജാതി കൊണ്ട് അകറ്റി നിർത്തപ്പെട്ടൊരു നൂറ്റാണ്ടിൻ്റെ പ്രതിനിധി കൂടിയായിരുന്നു ആദിച്ചൻ രാമൻ. അദ്ദേഹം ഏറ്റവും ഒടുവിലായി ആശാനെ സ്മരിക്കുന്ന ചടങ്ങിലേക്ക് കയറി. ഒരുപക്ഷെ ആദിച്ചൻ രാമൻ്റെ സംഭാഷണവും ആദിച്ചൻ രാമൻ്റെ വർത്തമാനവുമാണ് ആശാൻ കവിതയ്ക്ക് നാളിതുവരെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രകീർത്തനങ്ങളിൽ ഒന്ന് എന്ന് നാം വിശ്വസിക്കുന്നു. മഹാപണ്ഡിതന്മാരോ മഹാകവികളോ പണ്ഡിതന്മാരായ എഴുത്തുകാരോ പണ്ഡിതമന്യന്മാരോ അല്ല ആശാൻ്റെ കവിതയെ ഇത്രയേറെ ആകൃഷ്ടമായി നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശോധിച്ച് പറഞ്ഞത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ആദിച്ചൻ രാമൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്: എനിക്ക് അക്ഷരം അറിയില്ലായിരുന്നു, ഞാൻ അദ്ദേഹത്തെ തമ്പുരാനെ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഒരു ദിവസം അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, തമ്പുരാൻ എന്നനി എന്നെ വിളിക്കരുത്, തമ്പുരാൻ ഒന്നേയുള്ളൂ, അത് മുകളിലാണ്. അതിനുശേഷം ഞാൻ തമ്പുരാൻ എന്ന് വിളിച്ചിട്ടില്ല, അദ്ദേഹം തന്നെ പറഞ്ഞ തരത്തിൽ ആശാൻ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതിനുശേഷം ആദിച്ചൻ രാമൻ പറഞ്ഞ വാചകമാണ് ആശാൻ്റെ കവിതയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രപരമായ ഒരു ടിപ്പണി എന്ന് നമുക്ക് പറയാം. അത് മറ്റൊന്നുമായിരുന്നില്ല. ഈ ആദിച്ചൻ രാമൻ പറഞ്ഞത്, മുതിർന്നു വളർന്നതിനിടയിൽ ആശാൻ്റെ അമ്മ എന്നെ അക്ഷരം പഠിപ്പിച്ചു. ആ പഠിച്ച അക്ഷരങ്ങൾ കൊണ്ട് ഞാൻ ആദ്യം വായിച്ച കവിത ചണ്ടാലഭിഷുകിയായിരുന്നു. എൻ്റെ മനസ്സിൽ തികച്ചും വ്യത്യസ്തമായ വിചാരങ്ങളാൽ പ്രക്ഷുബ്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വയമ്പ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലും നാവിലും ചിന്തയിലും കുമാരനാശാൻ എന്ന ആ മഹത് വ്യക്തിത്വം മാത്രമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ പലരും ചൊല്ലുകയും പാട്ടുകൾ പാടുകയും സംസാരിക്കുകയും സംവാദം നടത്തുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ ഇവിടെ ഇപ്പോൾ 7 മണി വരെ ഏതാണ്ട് 10 മണിക്കൂറായി നിരന്തരം എന്നോണം ഞങ്ങൾ ആശാൻ്റെ ഓർമ്മകളിൽ മുങ്ങിത്താഴുകയായിരുന്നു. എന്നാൽ ഈ ത്രിസന്ധ്യയിൽ ഇവിടെ നിൽക്കുമ്പോൾ ആ പല്ലനയാറിൻ്റെ തീരത്ത് ഒരു ദുരന്തം, 51 വയസ്സ് മാത്രമുള്ള ആ ഒരു
അനുപമനായ ഒരു വ്യക്തി ഇത്തരത്തിലൊരു ദുരന്തത്തിൽ ഇല്ലാതെയായി വളരെ അകാലത്തിൽ അതിൻ്റെ തീരത്ത് ഇവിടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആത്മാവിലൊന്നും വിശ്വസിക്കാത്ത എനിക്ക് ആത്മാവിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിൽ തീർച്ചയായും ആശാൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കറിയാം അത് ഒരു സ്വപ്നം മാത്രമാണ്. യഥാർത്ഥത്തിൽ 51 വയസ്സ് കുമാരുവിൽ നിന്നും കുമാരനാശാനിലേക്ക് എത്തിയ 51 വർഷം. ആ 51 വർഷം ഈ സമൂഹത്തിന് വേണ്ടി ഇന്ന് നമ്മളാക്കിയ കേരളം, ആധുനിക കേരള സൃഷ്ടിക്ക് അദ്ദേഹം നടത്തിയ അതുല്യമായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അതിനു മുൻപോ അതിനു ശേഷമോ നമുക്ക് കുമാരനാശാന് തുല്യനായി മറ്റൊരാളെ കാണിക്കാനില്ല. ധാരാളം കവികളുണ്ട്, നമുക്ക് ധാരാളം സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് തീർച്ചയായും. പക്ഷേ കുമാരനാശാനെ പോലെ ഇത്തരത്തിൽ കവിതയെ ആയുധമാക്കി എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചിന്തയും പൂർണ്ണമായും ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കുകയും അതിമനോഹരമായ കവിതകൾ കൊണ്ട് മലയാള സാഹിത്യ നഭസിൽ ഒരു വലിയൊരു ശുക്രനക്ഷത്രം, നമ്മൾ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്ന് ആശാനെ വിശേഷിപ്പിക്കുന്നു. വീണപൂവിലൂടെ ഒരു വിപ്ലവം തന്നെയായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു ഭാഗത്ത് സർഗാത്മകതയുടെ പരിപൂർണത, മറുഭാഗത്ത് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുള്ള പൂർണ്ണമായ സമർപ്പിതമായിട്ടുള്ള പ്രതിബദ്ധത. തീർച്ചയായിട്ടും സന്യാസത്തിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്ക്. 16 വയസ്സിൽ വീട് വിട്ടിറങ്ങി. ഞങ്ങൾ ഇന്ന് കൈക്കരയിൽ നിന്ന് തുടങ്ങുമ്പോൾ അവിടെ ഇരിക്കുമ്പോഴും എനിക്ക് തോന്നുകയായിരുന്നു, കൊച്ചുപാദങ്ങൾ വെച്ച് ഓടി നടന്ന ഒരു കുമാരു ഇത്തരത്തിൽ കേരളത്തെ ആകെ മാറ്റിമറിക്കത്തക്ക വിധത്തിലുള്ള ഒരു വ്യക്തിത്വമാകുമെന്നൊന്നും ആ 16 വയസ്സ് വരെ ആരും ചിന്തിച്ചിരുന്നില്ല. അവിടെ നിന്ന് ഗുരു അദ്ദേഹത്തെ കണ്ടെത്തുകയും കൂടെ കൂട്ടുകയും ചെയ്യുകയും അദ്ദേഹം സന്യാസി അല്ല ആകേണ്ടത്, അദ്ദേഹത്തിൻ്റെ ദൗത്യം മറ്റൊന്നാണ് എന്ന് ഗുരു കണ്ടെത്തുകയായിരുന്നു, ഗുരു തിരിച്ചറിയുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഡോക്ടർ പൽപ്പുവിൻ്റെ കൂടെ, ഡോക്ടർ പൽപ്പു നമുക്കറിയാം ഈഴവ സമുദായത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഡോക്ടറായിട്ടും തിരുവിതാംകൂറിൽ ജോലി കിട്ടാതെ കർണാടകത്തിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പഠിക്കുകയും ബാംഗ്ലൂരിൽ, മൈസൂരിൽ, മദ്രാസിൽ, പിന്നീട് അവിടെ ഒന്നും എന്തുകൊണ്ടോ അന്ന് കാലങ്ങൾക്ക് എത്രയോ മുൻപ് നടന്ന, ഒരുപക്ഷെ ആരും പറയാനോ ചിന്തിക്കാനോ ധൈര്യപ്പെടാത്ത വിഷയങ്ങൾ കവിതയ്ക്ക് പ്രമേയമാക്കുക, വളരെ ധീരതയോടുകൂടി തന്നെ എന്തൊക്കെ തരത്തിലുള്ള അപവാദങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണെന്നുണ്ടായത്. ദുരവസ്ഥ എഴുതിയപ്പോൾ, ചണ്ടാല ഭിക്ഷുകി എഴുതിയപ്പോൾ, പലതരത്തിൽ വ്യക്തിപരമായിട്ട് സാമൂഹ്യമായിട്ട് ഒക്കെ തന്നെയുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും അതെല്ലാം നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നവോത്ഥാന നായകൻ എന്നുള്ള നിലയ്ക്ക്, ദാർശനികൻ എന്നുള്ള നിലയ്ക്ക്, പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക്, വ്യവസായി എന്നുള്ള നിലയ്ക്ക്, ഇതിൻ്റെ ഒക്കെ ഒപ്പമാണ് അദ്ദേഹം ഒരു ഓട്ട് ഫാക്ടറി തുടങ്ങിയത്. ആ ഓട്ട് ഫാക്ടറിയിലെ കണക്ക് നോക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുക്കുവാനോ പോകുന്ന വഴിക്കായിരുന്നല്ലോ ഈ ദുരന്തം. അപ്പോൾ അത്തരത്തിൽ ഏതൊക്കെ മേഖലകളിലാണോ ഒരാൾക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുക, ഈ 51 വയസ്സിനകം അത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്ന് നമ്മൾ ഇവിടെ അധ്യക്ഷൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ജാതിഭേദവും മതഭേദവും ഒക്കെ ഇല്ലാതാകുമെന്നും ഈ 100 വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയ വർഷങ്ങൾ തന്നെയാണ്. ഭ്രാന്താലയമായിരുന്ന കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറിയത് ഒരു സുപ്രഭാതത്തിലോ ആരുടെയും കാരുണ്യം കൊണ്ടോ അല്ല. വലിയ രക്തച്ചൊരിച്ചിലുകൾ, വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ ത്യാഗങ്ങൾ ഒക്കെ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വരെ എത്തിയത്. കവി പറഞ്ഞതുപോലെ നമ്മൾ അറിയണം നമ്മൾ എങ്ങനെയാണ് നമ്മളായതെന്ന്. അങ്ങനെ എത്തിയ നമ്മൾ പക്ഷേ ഇന്ന് വീണ്ടും ഭാരതത്തെ, ഇന്ത്യയെ, കേരളത്തെ മതത്തിൻ്റെയും മതഭേദങ്ങളുടെയും ജാതി ചിന്തകളുടെയും ഒക്കെ പിന്നോക്കാവസ്ഥയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളം ആവശ്യപ്പെടുന്നതാണ് കുമാരനാശാൻ്റെ ദർശനം,
കുമാരനാശാൻ്റെ സന്ദേശം, കുമാരനാശാൻ്റെ ഉയർത്തിപ്പിടിച്ച പതാക, ആ ദീപശിഖ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. തീർച്ചയായും വയമ്പ് സാംസ്കാരിക വേദി യഥാർത്ഥത്തിൽ ഞാൻ അവരുമായി ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് 1-2 മാസത്തെ ബന്ധം മാത്രമേ ആ സാംസ്കാരിക സംഘടനയുമായി എനിക്കുള്ളൂ. പക്ഷെ അവരുടെ ഒരു സമർപ്പണ ബുദ്ധി എത്രമാത്രം, അവരൊരു സാധാരണ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാത്രി വരെ നീളുന്ന ഈ സാംസ്കാരിക ജാഥ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ നന്ദി കൊണ്ടും വിനയം കൊണ്ടും തലകുനിക്കുകയാണ്. കാരണം ഇന്ന് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർത്ഥ്യജനകമായ ഒരു നിമിഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥപൂർണമായൊരു നിമിഷമായിട്ട് ഞാൻ ഈ നിമിഷത്തെ കാണുകയാണ്. തീർച്ചയായിട്ടും എനിക്കതിന് വയമ്പിൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്. എന്ന് മാത്രമല്ല, ഒരു വലിയ സൗഹൃദ കൂട്ടനെയാണ് നമുക്ക് ഇനിയും ഈ ഒരു ദിവസം, തീർച്ചയായിട്ടും ചരമശതാബ്ദി ദിനം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടതല്ല. സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? കേരളം അതിവേഗത്തിൽ പ്രതിലോമ ചിന്തകളുടെ, പ്രതിലോമ സംസ്കാരത്തിൻ്റെയൊക്കെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നോ ഇല്ലാതായിക്കൊണ്ടിരുന്ന ആചാരങ്ങൾ തിരിച്ചു വരുന്നു. നമുക്കറിയാം അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഈ ഒരു സദസ്സിൽ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ അതൊരു കർത്തവ്യം പോലെ ഞാൻ പറയുകയാണ്. വിവാഹത്തെക്കുറിച്ച് തീർച്ചയായും നവോത്ഥാനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ചലനങ്ങളും സ്ത്രീ ജീവിതങ്ങളെ ബാധിക്കുന്നതായിരുന്നു. വിവാഹം, സ്ത്രീകളുടെ വസ്ത്രധാരണം, സ്ത്രീകൾ ധരിച്ചത്. പക്ഷേ ഇന്ന് ആർഭാട വിവാഹങ്ങൾ, അന്ധവിശ്വാസം, ദുർമന്ത്രവാദം വേണ്ടി നമ്മളെല്ലാവരും നിരന്തരമായ ആ പ്രക്രിയയിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശാൻ്റെ അവസാന നിമിഷങ്ങൾ, അന്ത്യനിമിഷങ്ങൾ കടന്നുപോയ ഏറ്റവും നല്ല നീന്തൽക്കാരനായിരുന്നു. എത്രയോ പേരെ മുങ്ങി താഴുന്നവരെ രക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ആശാൻ. കടലിനും കായലിനും നടുക്കുള്ള കായിക്കരയിൽ കടലിൽ നീന്താനും കായലിൽ നീന്താനും അറിയാവുന്ന അദ്ദേഹം ഒരു ജലസമാധി പോലെ എങ്ങനെയോ ആ ദുരന്തത്തിൽ ഉൾപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല. അതിൻ്റെ കുറേ അന്വേഷണങ്ങൾ നടന്നു, കുറേ അന്വേഷണ റിപ്പോർട്ടുകൾ നടന്നു. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹം ഇല്ല എന്ന ആ സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. ആശാൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ ചെലവഴിച്ച ആ പല്ലനയാറ്റിൻ്റെ തീരത്ത് ഇത്തരത്തിലൊരു സ്വീകരണം ഏർപ്പെടുത്തുവാനും ഇങ്ങനെ ഒരു കൂട്ടായ്മ മുൻകൈയെടുക്കുകയും ചെയ്ത സ്മാരക സമിതി പ്രവർത്തകരെ, സെക്രട്ടറിക്കും പ്രസിഡൻറ്റിനും പ്രത്യേകിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജാഥയുടെ ക്യാപ്റ്റൻ എന്ന ഒരു വലിയ പദവി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതോ അർഹിക്കുന്നതോ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്തരത്തിൽ എന്നിൽ വിശ്വാസമർപ്പിച്ച് അതിന് നേതൃത്വം എന്നെ ഏൽപ്പിച്ച, ആ ദൗത്യം ഏൽപ്പിച്ച വയമ്പ് സാംസ്കാരിക വേദിയോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വയമ്പ് സാംസ്കാരിക സമിതി നൽകുന്ന ഒരു ഉപഹാരം കൂടി സന്തോഷപൂർവ്വം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഉപഹാരം ശ്രീമതി പാർവതി ദേവി അവർ നൽകുന്നു. ഒപ്പം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ആശാൻ്റെ ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണ് ഞങ്ങൾ ഈ പതാകയിൽ മുദ്രണം ചെയ്തിരിക്കുന്നത്. ഈ പതാക സ്വീകരിക്കുന്നതിനായി സാംസ്കാരിക പ്രവർത്തകരെ, പല്ലനയിലെ സാംസ്കാരിക പ്രവർത്തകരെയും അതിൻ്റെ പ്രതിനിധികളായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു ചെറിയ ഉപഹാര സമർപ്പണം കൂടി ഞങ്ങൾ സ്വകാര്യമായി ഈ സദസ്സിനോട് ആവശ്യപ്പെടുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ന് തുടക്കം മുതൽ അവസാനം വരെ ഇതിനൊരു ചരിത്ര വിജയമാക്കി തീർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച കേരളീയ ബൗദ്ധികതയുടെ ആചാര്യനെന്നറിയപ്പെടുന്ന സഖാവ് പി ഗോവിന്ദപിള്ളയുടെ മകൾ കൂടിയായ
ശ്രീമതി പാർവതി ദേവിക്ക് ഒരു ഉപഹാരം. ആശാൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ. പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. കാവ്യകലയുടെ കമലപ്പൊയ്കകൾ കണി കണ്ടുണരും കവികൾ. കാവ്യകലയുടെ കമലപ്പൊയ്കകൾ കണി കണ്ടുണരും കവികൾ. നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം.